വയനാട് കേണിച്ചിറയിൽ വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവ കൂട്ടിലകപ്പെട്ടു. താഴെക്കിഴക്കിൽ സാബുവിന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, നാട്ടുകാരെ ഭീതിയിലാക്കിയ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. എപ്പോഴാണ് കടുവ കൂട്ടിലായത്? തുടർ നടപടികൾ ഏതു വിധത്തിലാകും? സുർജിത്ത്. തോൽപ്പെട്ടി 17 എന്നാണ് ഈ കടുവയുടെ പേര്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായാണ് കരുതപ്പെടുന്നത്. കടുവ കൂട്ടിലായത് 11 മണിയോടുകൂടിയാണ് കടുവ കൂട്ടിലായത്. 11:05 കൃത്യസമയം 11:05 കടുവ കൂട്ടിലായത്. ഈ ബെന്നി എന്ന് പറയുന്ന മാളിയേക്കൽ ബെന്നി എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ 2 പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇതിനു മുമ്പ്, അതായത് ഇന്നലെ രാത്രി 10 മണിയോടെ തെക്കേ താഴത്തിൽ സാബുവിന്റെ വീട്ടിലെ ഒരു പശുവിനെ കടുവ കൊന്നിരുന്നു. ഇതിനുശേഷമാണ് പുലർച്ചെ ബെന്നിയുടെ വീട്ടിലെത്തിയത്. ഇതേ കടുവ ഇന്ന് രാത്രി ഏതാണ്ട് ഒരു 9:30 മണി നേരത്ത് ഈ ബെന്നിയുടെ തൊഴുത്തിലേക്ക് എത്തിയിരുന്നു. തൊഴുത്തിലെത്തി അത് തൊഴുത്തിൽ കയറി ഇങ്ങനെ ജഡം തപ്പുന്ന നിലയിലാണ് കണ്ടത്. അതിനുശേഷം അവിടെ നിന്നും അത് ഇറങ്ങി താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കൂടിനകത്തേക്ക് എത്തുകയും കൂട്ടിൽ അകപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സാബുവിന്റെ വീട്ടിലെ അതേ കൊന്ന പശുവിന്റെ ജഡം തന്നെയാണ് കൂടിനകത്ത് വെച്ചിരുന്നത്. അതിന്റെ ഒരു ഭാഗം ആണ് വെച്ചിരുന്നത്. അത് തിന്നാൻ വേണ്ടിയാണ് കൂടിനകത്തേക്ക് കയറിയത്. ഉടൻ തന്നെ കെണിയിൽ വീഴുകയാണ് ഉണ്ടായത്. ഇനി നടപടി എന്ന് പറയുന്നത് നേരെ ഇതിന്റെ ആരോഗ്യനില പരിശോധിക്കും. അതിനായി പൂതാടിയിലെ കേന്ദ്രത്തിലേക്ക്, അതായത് മൃഗ സംരക്ഷണ കേന്ദ്രമുണ്ട് പൂതാടിയിൽ, അവിടേക്ക് കുപ്പാടിയിലാണ്. കുപ്പാടിയിലേക്ക് ബത്തേരി സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ് ഈ കുപ്പാടി എന്ന് പറയുന്ന സ്ഥലം. അവിടേക്ക് ഇതിനെ മാറ്റാനുള്ള നീക്കമാണ് ഇനി ഉണ്ടാവുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിന് മാറ്റമുണ്ടായിരിക്കുന്നു. എന്തായാലും കടുവ കൂട്ടിലായിരിക്കുന്നു. സുർജിത്ത്, ഇന്ന് തന്നെ കടുവയെ സ്ഥലത്ത് നിന്ന് മാറ്റുമോ? തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ ഉടൻ തന്നെ ഇതിന് ടാർപോളിൻ ഷീറ്റ് വെച്ച് കൂട് മൂടും. അതിനുശേഷം ഇതിനെ നേരെ കൊണ്ടുപോകുന്നത് കുപ്പാടിയിലേക്കാണ്. കുപ്പാടിയിലേക്ക് കൊണ്ടുപോയി അവിടെ മൃഗപരിപാലന കേന്ദ്രത്തിൽ വെച്ചാണ് സൂക്ഷ്മമായ പരിശോധന നടത്തുക. പരിക്കുണ്ടോ, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പരിശോധന നടത്തുക. ഈ വൈൽഡ് ലൈഫ് വാർഡന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവനുസരിച്ച് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിക്കൊണ്ട് ഇതിനെ വനമേഖലയിൽ തുറന്നു വിടണമെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കടുവയാണ് എന്നുള്ളത് തന്നെയാണ് സംശയിക്കുന്നത്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുകയും അത് ഇങ്ങനെ പശുക്കളെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്ന് ഇപ്പോൾ ഈ ബെന്നിയുടെ വീട്ടിലെത്തിയ ഘട്ടത്തിൽ ഒരു ആടിനെ കൂടി അതായത് ഈ ആട്ടിൻകൂടിനെ അടിക്കുന്ന നിലയുണ്ടായി. അതായത് ജഡം കാണാത്ത ഘട്ടത്തിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് ആട്ടിൻകൂടിനെ അടിച്ചതിനെ തുടർന്ന് ഒരു കറവയുള്ള ഒരു വലിയ ആട്. വയനാട് കേണിച്ചിറയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഇതിനെ അല്പസമയത്തിനകം കുപ്പാടിയിലേക്ക് മാറ്റും. വിവരങ്ങൾ നൽകിയത് സുർജിത്ത് അയ്യപ്പത്ത്.